എല്ലാവർക്കും നമസ്കാരം. വാരാഹി അമ്മയുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ചാനൽ കണ്ടിട്ട് ചെയ്തിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. വാരാഹി അമ്മയുടെ ഒരു പുതിയ മന്ത്രവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പം ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വാരാഹി ദേവിയുടെ ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും അറിയാം വാരാഹി ദേവി ആരാണ് എന്നുള്ളത് അല്ലേ. വാരാഹി ദേവി വരാഹം പൂണ്ട ദേവി, വളരെ ശക്തിയാർന്ന ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ദേവിയാണ്. നമ്മൾ ഒന്ന് കണ്ണടച്ച് തുറക്കും മുന്നേ നമ്മുടെ കാര്യം ഇങ്ങനെ സാധിച്ചു കിട്ടും. ആ ഒരു രീതിയിലുള്ള അത്രയും പെർഫെക്റ്റാണ് ആ വരാഹിയുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ കണ്ണടച്ച് തുറക്കും മുന്നേ നമ്മുടെ കാര്യം നടന്നു കിട്ടും. അത്ര ശരവേഗത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത്. വിശ്വാസത്തോടെ അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടൊരു കാര്യമില്ല. വിശ്വാസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഒരിക്കലും ഒരുപാട് ഇങ്ങനെ പരീക്ഷിച്ച് നമ്മളെ മനസ്സിലാക്കി അങ്ങനെ പോകുന്ന ഒരു ഭഗവതിയല്ല. ആക്ച്വലി വരാഹി അമ്മ എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് വരാഹി അമ്മയ്ക്ക് എല്ലാ ഭക്തജനങ്ങളും കൊടുക്കുന്നത്. കാര്യം അത്രയും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് വന്ന എത്രയോ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾക്കത് കമൻറ്റ്സ് ഞാൻ കുറേയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോയിലും ഷെയർ ചെയ്തു. അതിലത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഡെയിലി ഉണ്ടായി. ചിലരൊക്കെ ആണെങ്കിൽ പണം കിട്ടാതെ അവർക്ക് ഡെയിലി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാനായിട്ടുള്ള പണം എവിടെ നിന്നൊക്കെയോ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും എന്താ പറയുക, ദേവിയുടെ ആ ഒരു ശക്തി തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർ ശരിക്കും ദേവിയുടെ ഭക്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു മുട്ടില്ലാതെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് വരാഹി അമ്മയെ വിശ്വസിക്കാൻ വേണ്ടി പറയുന്നില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. 1-2 പേര് കമൻറ്റ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമില്ലാത്ത പോലെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പൂജാരിയോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി അങ്ങനെയൊന്നുമല്ല കേട്ടോ. ശരിക്കും ഞാനൊരു ലൈക്ക് മാക്സിമം എനിക്ക് വരാഹി അമ്മേനെ ഷെയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് വേറെ ആരുമല്ല, എൻ്റെ വാരാഹി അമ്മ തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്. കാര്യം എനിക്ക് പറയുമ്പോൾ പോലും എനിക്ക് ശരിക്കും ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ദുഃഖങ്ങളിൽ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാനായിട്ട് എൻ്റെ വാരാഹി അമ്മ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വാരാഹി അമ്മയുടെ അനുഗ്രഹം ലഭിച്ചതായിട്ടും അവരുടെ അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന് കിട്ടുന്നതായിട്ടും. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും അവർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാര്യം. ഒരുപാട് കഷ്ടത്തിലൂടെ പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഈ ലോകത്ത് തന്നെ. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും ഇതൊരു ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. മാക്സിമം നമ്മൾ അവരെ അവരോടും പ്രാർത്ഥിക്കാൻ പറയും. അവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും പറ്റും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കാര്യം നടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് മാത്രം വിചാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മളൊരാൾ നശിക്കപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, അവർ നന്നാവണ്ട, അവരിങ്ങനെ പൊക്കോട്ടെ എന്നിങ്ങനെ വിചാരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നെഗറ്റീവായിരിക്കും. ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ നല്ല മനസ്സോടുകൂടി നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതേ വരുള്ളൂ. അവർ നന്നായിക്കോട്ടെന്നേ ചിന്തിക്കാവുള്ളൂ. അല്ലാതെ അവർ നശിച്ചോട്ടെ അല്ലെങ്കിൽ അവർ നശിച്ചാൽ നമുക്ക് കുറേ നല്ലത് കിട്ടും അങ്ങനെയൊന്നുമില്ല കേട്ടോ. പകരം നിങ്ങൾ നശിക്കുകയുള്ളൂ, അവർ ചിലപ്പോൾ നന്നായിന്നിരിക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ചിന്താഗതി പാടില്ല. അപ്പോൾ വാരാഹി അമ്മയുടെ ആ ഒരു ദേവിയുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണടച്ച് തുറക്കും മുന്നേ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ സാധിച്ചു കിട്ടും. അത്രയും പവർഫുള്ളാണ് മന്ത്രമായാലും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസം ഇല്ലാതെ ഏതൊരു കാര്യം ചെയ്തിട്ടും ഒരു കാര്യമില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. വിശ്വാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ കുറേ ആളെ ദ്രോഹിച്ചിട്ട് പ്രാർത്ഥിച്ചാലോ ഒരു കാര്യമില്ല. മാക്സിമം നമ്മൾ
പ്രാർത്ഥിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാവണം. അതുപോലെ വാരാഹി അമ്മ ആരാണ്, എന്താണ് വാരാഹി അമ്മയുടെ വാരാഹി അമ്മ എന്ന് പറയുന്ന ആ ഒരു ഭഗവതി വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥനയിൽ ഒരു ഗുണം ചെയ്യുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാലും അതിനൊരു കൃത്യതയുണ്ട്. അതായത് ചിലപ്പോൾ 21 ആയിരിക്കാം, ചിലർ 1008 ജപിക്കാറുണ്ട്, ഞാനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഈ ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ ഫാമിലിയാണ്, അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നിങ്ങൾക്ക് 21 തവണ ജപിക്കുന്നതിന് തെറ്റുന്നുണ്ടാവില്ല. അത് 21 ദിവസം കറക്റ്റ് 21 ദിവസം 21 തവണ ജപിക്കാൻ പറ്റും. അത് നിങ്ങൾ നോക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മന്ത്രത്തിനും ഓരോ ഇതുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിൽ സമാധാനം അല്ലേ, അതാവശ്യമാണല്ലോ, എന്നല്ലേ കുടുംബം നേരെ നല്ല രീതിയിൽ പോവുള്ളൂ. അത് പിന്നെ അതുപോലെ തന്നെ സമ്പത്ത്, പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിപരമായ രീതിയിലും ശ്രദ്ധ കൊടുക്കാനും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി പരീക്ഷകളുമായി നേരിടുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു പേടിയൊക്കെ ഉണ്ടാവും. പരീക്ഷയാണല്ലോ പേടി, അപ്പോൾ അത് കാരണം അവർക്ക് എക്സാം എഴുതാൻ പറ്റാണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു വിഷയം വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും വാരാഹി മന്ത്രം വളരെ ഗുണം ചെയ്യും. അതുപോലെ നമ്മുടെ മനസ്സിലെ പേടി മാറ്റാൻ പോലും ഈ ഒരു മന്ത്രം വളരെ നല്ലതാണ്. നമ്മൾ എവിടെയും നമുക്ക് നല്ല ബോൾഡായിട്ട് അല്ലെങ്കിൽ നല്ല ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പോലും ഈ പേടി എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലോപ്പാവും അല്ലേ, അവിടെ പോകും കാര്യങ്ങളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല ബോൾഡായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നേരിടണമെങ്കിൽ ഈ ഒരു മന്ത്രം നിങ്ങളെ സഹായിക്കും. അത്രയും പവർഫുള്ളാണ്. അതുപോലെ ഈ ഒരു മന്ത്രം ഞാൻ പറഞ്ഞല്ലോ 21 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ഉപയോഗമുള്ളൂ. അതും മിസ്സാവാൻ പാടില്ല, കറക്റ്റ് ജപിച്ച് പോവുക. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്തുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ അതിൽ കുറേ പേര് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനോടും കൂടെ പറയുകയാണ്, സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്നവരായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നന്നായിരിക്കും. കാര്യം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോസ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എന്താണ് അതിനിടയ്ക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നെങ്കിൽ അത് നിങ്ങൾ ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അശുദ്ധമാവുന്ന സമയത്ത് നമുക്ക് ചൊല്ലാമോ എന്നുള്ളത്. ഈ അശുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പീരീഡ്സ് ടൈമിൽ ഉള്ള സമയത്ത് നമുക്ക് ചൊല്ലിക്കാവോ എന്നുള്ളതാണ്. ശരിക്കും ഈ പീരീഡ്സ് അല്ലെങ്കിൽ ഈ ഒരു മെൻസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് ശരിക്കും അശുദ്ധ സമയത്ത് നമ്മൾ പൂജകൾ ചെയ്യാൻ പാടില്ല, അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അത് സത്യമാണ്, അത് നമ്മൾ ചെയ്യാൻ പാടില്ല അതിനെ. പക്ഷെ നമുക്ക് മനസ്സിൽ ശുദ്ധിയോടുകൂടി മനസ്സിൽ ധ്യാനിക്കുന്നതിന് പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ അത് ധ്യാനിക്കുന്നത് കൊണ്ട് ഒരു ദൈവവും നമ്മൾ കോപിക്കില്ല. നിങ്ങൾക്കതങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ അശുദ്ധമാണെങ്കിലും സാധാരണ നമ്മൾ ജസ്റ്റ് ഒന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ശുദ്ധി വരുത്തുമല്ലോ, എന്നിട്ടല്ലേ നമ്മൾ തുടങ്ങുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ക്ലീൻ ചെയ്ത ശേഷം, നിങ്ങൾ എവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിൽ വാരാഹി ദേവിയെ വിചാരിച്ചുകൊണ്ട് മനസ്സിൽ ധ്യാനിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അതല്ലാതെ നമ്മൾ എന്താ പറയുക, വൃത്തിഹീനമായി ഇരുന്നിട്ട് നമ്മൾ ഒരിക്കലും ധ്യാനിക്കരുത്, അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ അശുദ്ധത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ശുദ്ധമായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഭയങ്കരമായി എന്താ പറയുക, ഈ വ്രതമൊക്കെ എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്, അത് ഭയങ്കര ഉത്തമമാണ് കേട്ടോ. പിന്നെ ഈ വാരാഹി ദേവിയുടെ മന്ത്രജപം എന്ന് പറയുന്നത് അർദ്ധരാത്രി ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്.
അല്ല പക്ഷേ നമ്മൾ കുറേ പേരുണ്ട്, അവർക്ക് ഇപ്പോൾ രാത്രിയൊക്കെ ജപിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എന്നുവെച്ചാൽ ചിലപ്പോൾ അവർക്ക് ഉറക്കം ലൈക്ക് രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്നവർ കാണും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന ടൈം എപ്പോഴാണോ ആ ഒരു ടൈം നിങ്ങൾ ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് ലാസ്റ്റ് കമൻസിലുണ്ടായിരുന്നു. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് മന്ത്രജപം എന്നുള്ളത് പറയാം, കൂടെ ജീവിക്കുക. ഓം ജഗദംബായേ നമഃ. 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 ഓം ജഗദംബായേ നമഃ.
ॐ जगदम्बाय नमः। 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 ॐ जगदम्बाय नमः।
ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः। ॐ जगदम्बायै नमः।